വെൽക്കം എവരിബഡി. ഇന്ന് നമ്മൾ PSC LDC ആലപ്പുഴ 2014 ഇംഗ്ലീഷ് ഭാഗം നോക്കാൻ പോവുകയാണ്. LDCയുടെ 2014 B ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷ് ഭാഗം. ആദ്യത്തെ ചോദ്യം LDC 2014 ആലപ്പുഴ ക്വസ്റ്റ്യൻ നമ്പർ 81. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്? സ്പെല്ലിംഗ് കറക്റ്റ് ഏതാണ്? കൊണോസിയർ എന്നുള്ളത്. കൊണോസിയർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെഷ്യലിസ്റ്റ് അല്ല ക്ലാസ്സിലുള്ള ആൾ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് ഉണ്ട്, ഒരു സംഭവമാണ് ആൾ, ഒരു എക്സ്പെർട്ടാണ് ആ ഫീൽഡിൽ എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ഒരു ജഡ്ജ്മെൻറ്റ് പറയാൻ പോലും കഴിവുള്ള ആൾ എന്നാണ് പറയേണ്ടത്. അപ്പോൾ വൈൻ ടെസ്റ്റിങ്ങിലെ കൊണോസിയർ ഓഫ് വൈൻ പറഞ്ഞു വെച്ചാൽ ഏത് വർഷത്തെ വൈനാണെന്ന് ഒരു ഡ്രോപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കഴിവുള്ള ആൾക്കാർ. അങ്ങനെയാണ് കൊണോസിയർ എന്നുള്ള വാക്കിന് അർത്ഥം. അതിൻ്റെ സ്പെല്ലിംഗ് CONNOISSEUR കൊണോസിയർ. ഇതൊരു ഫ്രഞ്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വാക്കാണ്. 81 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 82. ഇൻസ്ക്രിപ്ഷൻ ഓൺ ദ ഗ്രേവ് സ്റ്റോൺ ഇസ് കോൾഡ്. ഗ്രേവ് സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേവ് യാർഡിൽ കോഫിന് ശേഷം വെക്കണ ഒരു സ്റ്റോണാണ്. അതിൽ എപ്പോൾ ജനനം എപ്പോൾ മരണം എന്നും സാധാരണ വലിയ വലിയ ആൾക്കാർ എഴുത്തുകാരൊക്കെ എൻ്റെ മരണത്തിന് ശേഷം ഇന്ന മാതിരി അവിടെ എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ട് പോകാറുണ്ട്. ആ എഴുതി വെക്കുന്ന സ്റ്റോണിൻ്റെ പേര് എപ്പിടാപ്പ് എന്നാണ് പറയുക. EPITAPH എപ്പിടാപ്പ്. അപ്പോൾ 82വിൻ്റെ ആൻസർ ബി. എപ്പിലോഗ് എന്നാണ് ഒരു പുസ്തകത്തിൻ്റെ ലാസ്റ്റിൽ എഴുതുന്ന ഒരു പാരഗ്രാഫ്. കഥ കഴിഞ്ഞ ശേഷം ഒരു ചാപ്റ്ററും കൂടി എഴുതുന്നത് എപ്പിലോഗ്. പ്രോലോഗ് പറയുന്നത് കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചാപ്റ്റർ എഴുതുന്നതാണ് പ്രോലോഗ്. പ്രോലോഗ് പുസ്തകം തുടങ്ങുമ്പോഴും എപ്പിലോഗ് പുസ്തകം കഴിയുമ്പോഴും എഴുതുന്നത്. എപ്പിടാപ്പ് മനുഷ്യൻ്റെ ഗ്രേവ് യാർഡിൽ വെക്കുന്ന സ്റ്റോണിൽ എഴുതുന്നത്. അബിറ്റുറി പറയുന്നത് നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഒരാൾ മരിച്ച ശേഷം മരണം പറഞ്ഞിട്ട് രണ്ടുപേര് ഇവർക്ക് വിരക്കുണ്ടായിരുന്നു, ഇവരിന് ഇന്ന മാതിരി ആണ്, ഇവർ സൊസൈറ്റിക്ക് വേണ്ടി ഇവർ സംഭാവന ചെയ്തത് ഇന്ന കാര്യങ്ങളാണ് എന്ന് എഴുതുന്ന ഒരു ചെറിയ പാരഗ്രാഫ്, അതാണ് അബിറ്റുറി. എപ്പിടാപ്പ് പറയുന്നത് ഒരു വരി തന്നെ ഉണ്ടാവുള്ളൂ. 82വിൻ്റെ കറക്റ്റ് ആൻസർ ബി. 83 കാർപ്പ് ഡിയം. കാർപ്പ് ഡിയം എന്ന് പറഞ്ഞു വെച്ചാൽ എൻജോയ് ദ പ്രസൻറ്റ്. ഡിയം പറഞ്ഞു വെച്ചാൽ ഡേ, അതിനാണ് പെർ ഡിയം എന്നൊക്കെ പറയാം. പെർ ഡേ അലവൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ പെർ ഡിയം എന്ന് പറയും. കാർപ്പ് ഡിയം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം, ഇന്നത്തെ സമയം, ഈ മൊമെൻറ്റ്, ഈ മണിക്കൂർ, ഈ മിനിറ്റ് മാത്രം സന്തോഷമായി ജീവിക്കുക. പിന്നെ എന്ത് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പിന്നെ ആലോചിക്കാം. ഈ മിനിറ്റ് നല്ല സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് കാർപ്പ് ഡിയം എന്നുള്ളതിന് ഇവിടെ അർത്ഥം വരുന്നത്. ഓപ്ഷൻ എ, 83ൻ്റെ ഓപ്ഷൻ എ, എൻജോയ് ദ പ്രസൻറ്റ്. അൺറിസ്ട്രിക്റ്റഡ് അതോറിറ്റി ഇല്ലെങ്കിൽ ബെസ്റ്റ് ഡേ ഇല്ലെങ്കിൽ ഹേറ്റഡ് തിങ് എന്നല്ല കാർപ്പ് ഡിയമിൻ്റെ മീനിങ്. 83 ഓപ്ഷൻ എ. 84 ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് പെർസുവേഡ്. പെർസുവേഡ് പറഞ്ഞു വെച്ചാൽ കമ്പൽ ചെയ്യുക, കൺവിൻസ് ചെയ്യുക. പെർസുവേഷൻ കാരണം സമ്മതിപ്പിച്ചു എന്ന് പറയും. പെർസുവേഷൻ വീണ്ടും വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ആർഗ്യൂ ചെയ്ത് കൺവിൻസ് ചെയ്ത് കൺഫ്യൂസ് ചെയ്ത് സമ്മതിപ്പിക്കലാണ് പെർസുവേഷൻ. അതിൻ്റെ ഓപ്പോസിറ്റ് ഡിസുവേഡ്. ഞാൻ അവനെ കളുകുടിയിൽ നിന്നും നിർത്താൻ വേണ്ടി ഡിസുവേഡ് ചെയ്തു. ഐ ഡിസുവേഡഡ് ഹിം ഫ്രം ഗെറ്റിംഗ് ഇൻ ടു ദി ഡ്രിങ്കിങ് ഹാബിറ്റ്. ഐ ഡിസുവേഡഡ് ഹിം ഫ്രം ബിക്കമിങ് എ സ്മോക്കർ. അത് ഡിസുവേഡ്, വേണ്ട എന്ന് വെക്കാൻ പ്രേരിപ്പിക്കുന്നത് ഡിസുവേഡ്. പെർസുവേഡ് എന്ന് സമ്മതിപ്പിക്കുക. ഇംപെർസുവേഡ് എന്നുള്ളതല്ല അതിൻ്റെ കറക്റ്റ് നെഗറ്റീവ് വേർഡ്. അൺപെർസുവേഡ്, ഇംപെർസുവേഡ് എന്നുള്ളതല്ല അതിൻ്റെ കറക്റ്റ് നെഗറ്റീവ് പെർസുവേഡിൻ്റെ ഡിസുവേഡ് ആണ് അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ 84 ക്വസ്റ്റ്യൻ നമ്പറിന് ആൻസർ ഡി എന്ന് നമ്മൾ കണ്ടു. 85 ക്വസ്റ്റ്യൻ. ദ പ്രൈം മിനിസ്റ്റർ വൈൻസ് അപ്പ് ദ ശ്രീലങ്കൻ വിസിറ്റ്. വൈൻസ് അപ്പ് എന്നുള്ള വാക്കിന് മീനിങ് എന്താണ്? വൈൻസ് അപ്പ് പറഞ്ഞാൽ തീർത്തു, എൻഡ് ചെയ്തു എന്നാണ് ഇവിടെ മീനിങ്. ബിഗിൻസ് എന്നല്ല. കമൻസസ് എന്നുള്ളതാണ് ബിഗിൻ. വൈൻഡ് അപ്പ് പറയുന്നത് എൻഡ് ചെയ്യുക. നമ്മൾ പരിപാടി വൈൻഡ് അപ്പ് ചെയ്തു, ഒരു മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്തു, ഒരു ട്രിപ്പ് വൈൻഡ് അപ്പ് ചെയ്തു, എൻഡ് ചെയ്തു എന്നർത്ഥം. കണ്ടിന്യൂ ചെയ്യണതോ ബിഗിൻ ചെയ്യണതോ അല്ല വൈൻഡ് അപ്പ്. 85 ബി. 86 വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ വെർബ്. ക്യാൻവാസ് എന്നുള്ള ഫസ്റ്റ് വാക്ക് നമ്മൾ കട്ടിയുള്ള തുണി എന്നുള്ള നൗണാണ്. എൻവലപ്പ് പറയുന്നത് നമ്മൾ പൈസ ഇട്ട് അല്ലെങ്കിൽ ലെറ്റർ എഴുതി അയക്കണ എൻവലപ്പ്, അതും ഒരു നൗണാണ്. ക്യാൻവാസ് CANVASS എന്നുള്ള ഓപ്ഷൻ സിയിലുള്ളത് ഒരു വെർബാണ്. വോട്ട് ക്യാൻവാസ് ചെയ്തു ഇലക്ഷന് വേണ്ടി എന്ന് പറയണ്ടല്ലോ, ആ ക്യാൻവാസാണ് ഈ ഓപ്ഷൻ സിയിൽ വരുന്നത്. CANVASS. അഡ്വൈസ് എന്ന് പറയുന്നത് രണ്ട് അഡ്വൈസ് ഉണ്ട്. ഒന്ന് CE ഒന്ന് ഉണ്ടാവും, ഒന്ന് SE എന്നുണ്ടാവും. ഈ CE പറയണത് ഒരാൾ നമുക്ക് അഡ്വൈസ് ചെയ്തു, നമുക്ക് കിട്ടിയ അഡ്വൈസ്. SE പറയണത് ഒരാൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണ പ്രവൃത്തി. വെർബ് പറയണത് SE ആണ്, CE അല്ല. CE എന്നുള്ളത് കിട്ടുന്ന സംഭവമാണ്, നൗണാണ്. അപ്പോൾ ഫോളോയിങ് വെർബ് എന്ന് ചോദിക്കുമ്പോൾ CANVASS ക്യാൻവാസ്. 86 സി ആണ് കറക്റ്റ് ഓപ്ഷൻ. 87 ദ വേർഡ് ക്ലാൻഡസ്റ്റൈൻ മീൻസ്. ക്ലാൻഡസ്റ്റൈൻ പറഞ്ഞു വെച്ചാൽ ഒളിഞ്ഞും മറിഞ്ഞും ആയിട്ടുള്ളത്, ഇരുട്ടിലുള്ളത്, മറ്റുള്ളവർക്ക് കാണാത്തതുള്ളത്, പർദ്ദയുടെ പുറകെ ഉള്ളത്,
കർട്ടൻ്റെ ബാക്കിലുള്ളത്. അങ്ങനെ ക്ലാൻഡസ്റ്റൈൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു വെച്ചാൽ അയാൾ നല്ല വെള്ള ഡ്രസ്സ് ഇട്ട് കതറ് കൊടുത്ത് നടക്കേണ്ടതെന്ന് മാത്രമല്ല അയാളുടെ ഉള്ളിലുള്ളതെല്ലാം അയാളുടെ പ്രവൃത്തികൾ കറുപ്പും ചീത്തയും വേണ്ടാത്തതുമാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ പറയുന്നത് ഹീ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ലോട്ട് ഓഫ് ക്ലാൻഡസ്റ്റൈൻ ആക്ടിവിറ്റീസ് എന്ന് പറയും. അത് അയാൾ എന്ത് തെറ്റായിട്ടുള്ള, അതായത് സമൂഹത്തിൻ്റെ കണ്ണിൽ തെറ്റ് എന്ന് തോന്നുന്ന ഒരു സംഭവം ഒരാൾ ചെയ്യുമ്പോൾ പക്ഷേ അയാൾക്ക് കാണുമ്പോൾ നമുക്കത് അറിയണില്ല എന്നുണ്ടെങ്കിൽ മറവിൽ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ക്ലാൻഡസ്റ്റൈൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ക്ലാൻഡസ്റ്റൈൻ്റെ മീനിങ് സീക്രട്ട് എന്നുള്ളതാണ്. 87 കറക്റ്റ് ആൻസർ ഡി. 87 കറക്റ്റ് ആൻസർ ഡി. ക്ലാൻഡസ്റ്റൈനിൻ്റെ മീനിങ് സീക്രട്ട് എന്നാണ്. ക്ലിയർ, ടയർസം, ഡൗട്ട്ഫുൾ എന്നുള്ളതെല്ലാം കറക്റ്റ് മീനിങ് അല്ല. 87 ഡി. 88 The bridge was being built by them. അവർ ബ്രിഡ്ജ് കെട്ടുകയായിരുന്നു. ദ ആക്റ്റീവ് വോയിസ് ഓഫ് ദ സെൻറ്റൻസസ്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്താ വ്യത്യാസം വെച്ചാൽ വാസ് ബീയിങ് ബിൽറ്റ് ബൈ ദം, അവർ ചെയ്യണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് പാസീവ് വോയിസായി. ചെയ്യണവരെ ആദ്യം സബ്ജക്റ്റായിട്ട് വച്ചിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആയിട്ട് വരും. 88ൻ്റെ ഓപ്ഷൻ എ ആണ്. ദേ വേർ ബിൽഡിങ് എ ബ്രിഡ്ജ്. വാസ് ബീയിങ് ബിൽട്ട് ആയതുകൊണ്ട് ദേ വേർ. ഈസ് ബീയിങ് ബിൽട്ട് ആയിരുന്നുവെങ്കിൽ ദേ ആർ. അപ്പോൾ ഇപ്പോൾ ബിൽഡ് പണിതുകൊണ്ടിരിക്കുകയാണെങ്കിൽ 88 ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ബിൽഡ് വാസ് ബീയിങ് ബിൽട്ട് ആയതുകൊണ്ട് 88 എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ബ്രിഡ്ജ് വാസ് ബീയിങ് ബിൽട്ട് ബൈ ദം, അതിൻ്റെ ആക്റ്റീവ് വോയിസ് ദേ വേർ ബിൽഡിങ് എ ബ്രിഡ്ജ്. 88 എ. നമുക്ക് ക്വസ്റ്റ്യൻ 89 നോക്കാം. ക്വസ്റ്റ്യൻ 89ൽ ഹീ സെഡ് ഐ ബോട്ട് എ ഹൗസ് ഇൻ മുംബൈ. അവൻ പറഞ്ഞു ഐ ബോട്ട് എ ഹൗസ് ഇൻ മുംബൈ. സെഡ് പാസ്റ്റ് ടെൻസ് ആണ്, ബോട്ട് എ ഹൗസ് പാസ്റ്റ് ടെൻസ് ആണ്. ദ ഇൻഡയറക്റ്റ് സ്പീച്ച് ഓഫ് ദിസ് സെൻറ്റൻസസ്, ഇത് ഡയറക്റ്റ് സ്പീച്ചാണ്. അവൻ പറഞ്ഞു എന്നുള്ളത് ഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ എന്താ പറയുക? ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഇതിൻ്റെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഹീ സെഡ് ദാറ്റ് ഹീ ബോട്ട് എ ഹൗസ് ഇൻ മുംബൈ. ഹീ സെഡ് ദാറ്റ് ഹീ വാസ് ബോട്ട്. ഹീ വാസ് ബോട്ട് എന്നുള്ളത് റോങ് ആയിട്ടുള്ള പ്രയോഗമാണ്. ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് ബോട്ട് എ ഹൗസ് ഇൻ മുംബൈ. ഹീ സെഡ് ദാറ്റ് ഹീ ഹാസ് ബോട്ട് എ ഹൗസ് ഇൻ മുംബൈ. ഹീ ഹാസ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് അല്ല, ഹീ ഹാഡ് എന്നുള്ളതാണ് പാസ്റ്റ് ടെൻസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ 89ന് എന്തുകൊണ്ട് ഓപ്ഷൻ സി കറക്റ്റ് എന്ന് പറയണു? He said that he had bought. I bought a house എന്ന് അവൻ പറഞ്ഞു. ഒരു പാസ്റ്റ് ടെൻസ് ആണ്. എന്നിട്ട് he said, അതും പാസ്റ്റ് ടെൻസ്. രണ്ട് പാസ്റ്റ് കൂടി ആകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയി, തീർച്ചയായും അത് പാസ്റ്റ് ആയി. അപ്പോൾ he said that he had bought a house in Mumbai എന്ന് വരണം. ഇതല്ലാതെ സിമ്പിൾ ടെൻസ് ആയിരുന്നുവെങ്കിൽ he said that he bought a house in Mumbai, എ ഓപ്ഷൻ വരുമായിരുന്നു. ഇത് സിമ്പിൾ അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് he said that he had bought a house in Mumbai. അവൻ ഒരു വീട് വാങ്ങിയിരുന്നു എന്ന് അവൻ പറഞ്ഞു. 89 C correct option. 90 he is as dash as a bee. ബീനെ പോലെ എന്തോണ് അവൻ? അത് ട്രിക്കി ആണോ, ഗ്രീഡി ആണോ, ഫ്രഷ് ആണോ, നിമ്പിൾ ആണോ? ട്രിക്കി. ബി പറയണത് ഒന്ന് ലിറ്ററൽ മീനിങ്, ബി എന്നുള്ള തേനീച്ച എന്ത് ചെയ്യുന്നു എന്നുള്ള മീനിങ്. ട്രിക്കി ആണോ തേനീച്ച, തേനീച്ച ഗ്രീഡി ആണോ, എല്ലാം വേണമെന്ന് എടുത്തുകൊണ്ട് പോകണതാണോ, തേനീച്ച ഫ്രഷ് ആണോ, തേനീച്ച നിമ്പിൾ ആണോ? പിന്നൊന്ന് ലിറ്ററൽ മീനിങ് അല്ലാതെ നമ്മുടെ ഉപയോഗിക്കുന്ന ഒരു യൂസേജ്, ഹീസ് ആസ് നിമ്പിൾ ആസ് എ ബി എന്നുള്ളതാണ് കറക്റ്റ് യൂസേജ്. നിമ്പിൾ പറഞ്ഞു വെച്ചാൽ അജൈൽ പറഞ്ഞാൽ ഫ്ലെക്സിബിൾ പറഞ്ഞാൽ എപ്പോൾ എവിടെ എങ്ങനെ വേണമെങ്കിലും വേഗത്തിലും എളുപ്പത്തിലും എത്തിച്ചേരും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പറയുന്നത്. ഹീസ് ആസ് നിമ്പിൾ ആസ് എ ബി പറഞ്ഞു വെച്ചാൽ കാര്യം ബീൻ്റെ ജോലി എന്താ? പൂവിൽ നിന്നും തേനീച്ച തേനിനെ കൊണ്ടുപോയിട്ട് ബി ഹൈവിൽ വെക്കണം. അതിന് എപ്പോൾ എങ്ങനെ എന്ത് വേണമെങ്കിലും ബി ചെയ്യും. അതിനെയാണ് നമ്മൾ ആസ് നിമ്പിൾ ആസ് എ ബി എന്ന് നമ്മൾ പറയുന്നത്. 90യുടെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഡി. 91 ഹി ടുക്ക് റിവെഞ്ച് ഡാഷ് ഹിസ് ഫോഴ്സ്. റിവെഞ്ച് പറഞ്ഞു വെച്ചാൽ പക തീർക്കുക. ഹി ടുക്ക് റിവെഞ്ച്, അവൻ പക തീർത്തു. അപ്പോൾ എന്താണെന്ന് പറയണം? ഓൺ ഹിസ് ഫോഴ്സ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓൺ എന്നുള്ള പ്രിപ്പോസിഷനാണ് കറക്റ്റ് ഓപ്ഷൻ. ആരുടെ മീതെ അവൻ്റെ ദേഷ്യം അവൻ കാണിച്ചു? അവൻ്റെ എതിരാളികൾ. ഓൺ ഹിസ് ഫോഴ്സ്. ഫോർ ഹിസ് ഫോഴ്സ് പറഞ്ഞാൽ എതിരാളികൾക്ക് വേണ്ടി, തെറ്റാണ്. ബൈ ഹിസ് ഫോഴ്സ് പറഞ്ഞാൽ എതിരാളികളാൽ അല്ല. ഇൻ ഹിസ് ഫോഴ്സ് പറഞ്ഞു വെച്ചാൽ ഇൻ എന്ന് പറയുന്നത് നമ്മളൊരു വീട്ടിൻ്റെ ഉള്ളിൽ ഐ ആം ഇൻ മൈ ഹോം, ഐ ആം ഇൻ ചെന്നൈ എന്നുള്ളതാണ് ഇൻ. അപ്പോൾ കറക്റ്റ് പ്രിപ്പോസിഷൻ ഓൺ ഹിസ് ഫോഴ്സ് എന്നാണ് വരിക അവിടെ. 91 കറക്റ്റ് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 92ന് ഹി അഡ്മിറ്റഡ് ഹിസ് ഡാഷ്. അപ്പോൾ ഗിൽട്ടി, ഇന്നസെൻറ്റ്, ഗിൽട്ട്, ഹാപ്പി 4 വാക്ക് തന്നിട്ടുണ്ട്. ഗിൽട്ടി എന്നുള്ളത് കോടതിയിൽ ജഡ്ജി കുറ്റം ചെയ്ത ആളെ ഡിക്ലെയർ ചെയ്തതാണ്. ഹി വാസ് ഡിക്ലെയർഡ് ഗിൽട്ടി. ദി പ്രോസിക്യൂഷൻ പ്രൂവ്ഡ് ഹിം ഗിൽട്ടി. അങ്ങനെയാണ് ഗിൽട്ടി എന്നുള്ള സെൻറ്റൻസ് യൂസ് വരേണ്ടത്. ഇന്നസെൻറ്റ്, ഹിസ് ലോയേഴ്സ് പ്രൂവ്ഡ് ദാറ്റ് ഹി വാസ് ഇന്നസെൻറ്റ് എന്നുള്ളത് ഇന്നസെൻറ്റ്. ഹി അഡ്മിറ്റഡ് ഹിസ് ഗിൽട്ട് പറയുമ്പോൾ അവൻ്റെ കുറ്റം സമ്മതിച്ചു. ഹി അഡ്മിറ്റഡ് ഹിസ് ഗിൽട്ട്. പിന്നുള്ളത് ഹാപ്പി. ഹി അഡ്മിറ്റഡ് ഹിസ് ഹാപ്പി എന്നുള്ളത്. ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി ഈസ് ഹാപ്പി എന്നാണ് വരേണ്ടത്.
അപ്പോൾ 92-ൻ്റെ കറക്റ്റ് ആൻസർ സി. ഹി അഡ്മിറ്റഡ് ഹിസ് ഗിൽറ്റ്. അവൻ്റെ കുറ്റം സമ്മതിച്ചു. ഗിൽറ്റി എന്നുള്ളതോ ഇന്നസെൻറ്റ് എന്നുള്ളതോ കറക്റ്റ് ഓപ്ഷൻസ് അല്ല. ഇവിടെ ഗിൽറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ഹി അഡ്മിറ്റഡ് ഹിസ് ഗിൽറ്റ്. 92 സി. 93 ഇഫ് യു ഹാഡ് ബീൻ മോർ പൊലൈറ്റ് എന്ത് സംഭവിക്കും? ഹി വുഡ് ഹാവ് അഗ്രീഡ്. നീ കുറച്ചും കൂടി പൊലൈറ്റായിട്ട് സംസാരിച്ചിരുന്നുവെങ്കിൽ. ഇപ്പോൾ പൊലൈറ്റ് എന്നുള്ള വാക്കിന് മര്യാദയോടെ, നയശീലത്തോടെ, നല്ല വാക്കുകൾ പ്രയോഗിക്കുക, നല്ല പ്രവൃത്തികൾ, നല്ല പെരുമാറ്റം എന്നുള്ളതാണ് പൊലൈറ്റ് എന്നുള്ള അർത്ഥം വരണം. തല്ലുകൂടാതെ എന്നുള്ള രീതിയിൽ എടുക്കാം. ഹി വുഡ് ഹാവ് അഗ്രീഡ്. അവൻ സമ്മതിച്ചിട്ടുണ്ടാകുമായിരിക്കും. ഇഫ് യു ഹാഡ് ബീൻ പൊലൈറ്റ് ഹി വുഡ് ഹാവ് അഗ്രീഡ്. അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഹി വുഡ് അഗ്രി എന്നുള്ളത് ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഹി കുഡ് അഗ്രി, അവനെ കൊണ്ട് സമ്മതിക്കാൻ പറ്റും. ഹി ഹാസ് അഗ്രീഡ്, അവൻ സമ്മതിച്ചു. ഇതൊന്നും അല്ല സംഭവിക്കുന്നത്. ഇഫ് യു ഹാഡ് ബീൻ മോർ പൊലൈറ്റ് പറഞ്ഞാൽ നീ നല്ല രീതിയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ, നല്ല രീതിയിൽ അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിൽ എന്നാണ് നമ്മൾ പറയണത്. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഹി വുഡ് ഹാവ് അഗ്രീഡ്, അവങ്ങനെ സമ്മതിച്ചിട്ടുണ്ടാകുമായിരിക്കും. അപ്പോൾ ഇത് നീ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തിരുന്നുവെങ്കിൽ പറയുമ്പോൾ അങ്ങേരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും എന്ന് പറയണം. ഇഫ് യു ഹാഡ് ബീൻ മോർ പൊലൈറ്റ് ഹി വുഡ് ഹാവ് അഗ്രീഡ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. 93A. ഹി ഹാസ് അഗ്രീഡ്, ഹി കുഡ് അഗ്രി, ഹി വുഡ് അഗ്രി എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ആകില്ല. കാരണം അതൊരു സംഭവിക്കാത്ത പക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമായതുകൊണ്ട് ഹി വുഡ് ഹാവ് അഗ്രീഡ് എന്ന് നമ്മൾ പറയും. 93A. Question number 94. We dash all yesterday. Have worked, were worked, has worked, worked. അപ്പോൾ 94-ൻ്റെ കറക്റ്റ് ആൻസർ ഡി ആണ്. വി വർക്ക്ഡ് ഓൾ യെസ്റ്റർഡേ. ഓൾ യെസ്റ്റർഡേ പറഞ്ഞാൽ ഇന്നലെ മുഴുവൻ എന്ത് ചെയ്തു? വി വർക്ക്ഡ്, ഞങ്ങൾ പണിയെടുത്തു. വി വർക്ക്ഡ് ഓൾ യെസ്റ്റർഡേ. 94 ഡി ആണ് കറക്റ്റ് ആൻസർ. ഹാവ് വർക്ക്ഡ്, വി ഹാവ് വർക്ക്ഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ഓൾ യെസ്റ്റർഡേ എന്ന് പറയണ്ട, വെറും യെസ്റ്റർഡേ എന്ന് പറയും. ഞങ്ങൾ ഇന്നലെ പണിയെടുത്തിരുന്നു. വി വേർ വർക്ക്ഡ് എന്ന് പറയില്ല. കാരണം വർക്ക്ഡ് എന്നുള്ളതിന് വേർ എന്ന് പറയില്ല. വി വേർ എന്നുള്ളത് വേറെ ഒരാൾ ചെയ്തിരുന്നു, നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ വേർ എന്ന് പറയും. ഹാസ് വർക്ക്ഡ് എന്നുള്ളത് ഒരാൾ ചെയ്യുമ്പോൾ ഹാസ് വരും. ഹി ഹാസ്, ഷീ ഹാസ് എന്ന്. വി പറയുമ്പോൾ ഹാസ് വരില്ല. അപ്പോൾ ഇതെല്ലാം തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. വി വർക്ക്ഡ് ഓൾ യെസ്റ്റർഡേ. 94 ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. 95 ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്. എനിക്ക് തീരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ആർൻറ്റ് ഐ, ആം ഐ, ആർ ഐ, ആം നോട്ട് ഐ. ലാസ്റ്റ് ഓപ്ഷൻ ഡി, ആം നോട്ട് ഐ എന്നുള്ളൊരു പ്രയോഗമില്ല. ആർ ഐ സി അങ്ങനെ ഒരു പ്രയോഗമില്ല. ആർ എന്നുള്ളത് ഐ, മീ എന്നുള്ളതിൻ്റെ കൂടെ ഉപയോഗിക്കില്ല. ഇനിയുള്ളത് ആർൻറ്റ് ഐ, ആം ഐ ആണ്. ആർൻറ്റ് ഐ എന്നുള്ളത് നെഗറ്റീവാണ്. ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്. നോട്ട് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് വീണ്ടും ഒരു നെഗറ്റീവ് വരില്ല. അപ്പോൾ ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്, ആം ഐ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ടാഗ്. 95-ൻ്റെ കറക്റ്റ് ഓപ്ഷൻ ബി. നമ്മൾ പിന്നെയും പറയും ഐ ഡിഡ് നോട്ട് ടെൽ യു, ഡിഡ് ഐ? ഐ ഡിഡ് നോട്ട് സ്റ്റോപ്പ് യു, ഡിഡ് ഐ? ഐ ഡിഡ് നോട്ട് ഈറ്റ് എനിത്തിങ്, ഡിഡ് ഐ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അതാണ്. അപ്പോൾ നമ്മൾ ഈ ഐ ആം നോട്ട് എന്നുള്ളതിൽ ആ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ എന്ത് പോർഷൻ വരണോ അതും പിന്നെ ഐയും കൂടിയിട്ടാണ് നമ്മുടെ ടാഗ് സാധാരണ വരാറുള്ളത്. ഐ ഡിഡ് നോട്ട് ഈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഡിഡ് നോട്ട് ഈറ്റ് എന്ന് പറയുന്നത് ഡിഡ് വരുന്നതുകൊണ്ട് ഡിഡ് ഐ എന്ന് ചോദ്യം വരും ടാഗിൽ. ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്, ആം ഐ എന്ന് വരും. നോട്ട് വരുന്നതുകൊണ്ട് ആർ നോട്ട് എന്നത് വരില്ല. 95 ഓപ്ഷൻ ബി. 96 ഇറ്റ് ഈസ് വെരി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ 4 തരം സെൻറ്റൻസസ് ഉണ്ട്. നമ്മൾ സെൻറ്റൻസസ് 4 തരം പറയണതിൽ ഇത് എന്ത് സെൻറ്റൻസ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇമ്പerative, എക്സ്ക്ലമേറ്ററി, അസർട്ടീവ്, ഇൻട്രോഗേറ്റീവ് ആണോ എന്ന്. ഇതിൽ ഇപ്പോൾ നമ്മൾ ടോം വിൽ കം ടുമോറോ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു ഡിക്ലറേഷൻ, അവൻ വരും എന്നുള്ളത് ഒരു സത്യമാണ്. അതൊരു ഡിക്ലറേഷൻ, അതിലൊരു മാറ്റവും ഇല്ല. അത് എനിക്കും നിങ്ങൾക്കും ഉള്ള ഒരേ സത്യമാകുമ്പോൾ അത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. പിന്നെ ടോം ഹാഡ് റിക്വസ്റ്റഡ് ടു ഗോ ടു ഡു സംതിങ് എന്ന് പറയുമ്പോൾ ഒരാളുടെ മാത്രമായിട്ടുള്ള ഒരു സത്യമാകുമ്പോൾ അതൊരു ഇമ്പerative സെൻറ്റൻസ്. മറ്റൊരാൾക്ക് അങ്ങനെ ഒരു സത്യമായിരിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ തരം സെൻറ്റൻസ് ആയിട്ട് വേർ ഡു യു ലിവ് എന്ന് ചോദിക്കുമ്പോൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. വേർ ഡസ് ടോം ലിവ്? ഇൻറ്ററോഗേറ്റീവ് ചോദ്യം ചോദിക്കുകയാണ്. വേർ, വാട്ട്, വെൻ, ഹൗ, വൈ എന്നുള്ള ചോദ്യം. പിന്നെ എക്സ്ക്ലമേഷൻ, ഓസം, ഇറ്റ്സ് വണ്ടർഫുൾ, ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലമേറ്ററി മാർക്ക് കൊണ്ട് എൻഡ് ആവുന്ന സെൻറ്റൻസസ് വരുമ്പോൾ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് വരും. ഈ ഇമ്പerative സെൻറ്റൻസ് എന്താണെന്ന് വിചാരിച്ചാൽ എക്സ്ക്ലമേറ്ററി മാർക്ക് വരാം, ഫുൾ സ്റ്റോപ്പ് വരാം. പക്ഷേ ഇമ്പerative സെൻറ്റൻസസിൽ ഒരു ഭാഗത്ത് ഒരാൾക്ക് അപ്പം തോന്നണം ഒരു സത്യം. ഇന്ന് രാവിലെ സൂര്യോദയം കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു എന്നൊരാൾ പറയണ ഒരാൾ 2-3 ദിവസം കഴിയുമ്പോൾ ഇത് തന്നെ പറയണമെന്നില്ല. കാരണം ഇതിനെക്കാട്ടിലും ഭംഗിയുള്ള സൂര്യോദയം അങ്ങേരെ കാണാം. ഇല്ലെങ്കിൽ ഇത് ഭംഗിയെന്ന് തോന്നാൻ അങ്ങേരക്കുണ്ടാവണ മാനസികാവസ്ഥ മാറാം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ ഇമ്പerative സെൻറ്റൻസസ് പറയുന്നത്. അപ്പോൾ ഇറ്റ് വാസ് എ വെരി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എന്നൊരാൾ പറഞ്ഞു വെച്ചാൽ അതൊരു നല്ലൊരു പൊന്നവസരമായിരുന്നു. ഇതുപോലത്തെ ഒരവസരം വീണ്ടും നമുക്ക് വീണ് കിട്ടില്ല എന്ന് അങ്ങേർക്ക് തോന്നി, ഒരാൾക്ക് തോന്നി. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. ഇതിനെക്കാട്ടിലും നല്ല അവസരം വന്നുകൂടാന്നുമില്ല.
അതും ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആ സമയത്ത് അങ്ങേർക്ക് അങ്ങനെ തോന്നി. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അത് ഇമ്പerative സെൻറ്റൻസ് ആയിട്ട് വരണം. 96 ഓപ്ഷൻ എ. 97 ചൂസ് ദ ഇൻകറക്റ്റ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ അണ്ടർ ദ ബ്രിഡ്ജ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇതൊരു സെൻറ്റൻസ് ആണെങ്കിലും ഇതിൻ്റെ ഇംഗ്ലീഷ് വെള്ളം ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി പോയി എന്ന് മാത്രമല്ല. നമ്മൾ പറയണത് സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു, നടന്നത് നടന്നു, പാസ്റ്റ് ഇസ് പാസ്റ്റ്, ഇനി ആവേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കുക എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ അണ്ടർ ദ ബ്രിഡ്ജ് എന്നുള്ളത്. ഇതിൽ മിസ്റ്റേക്ക് എവിടെയാണ് വരുന്നത് വെച്ചാൽ ഹാസ് ഫ്ലോൺ എന്നുള്ള പാർട്ട് 2 മിസ്റ്റേക്ക് വരുന്നത്. ഹാസ് ഫ്ലോഡ് എന്ന് പറയും. ഫ്ലോ ചെയ്യണ വാട്ടർ പുഴയിൽ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ FLOWED എന്നാണ് അതിൻ്റെ പാസ്റ്റ് പറയണത്. FLOWN എന്ന് പറയില്ല. പക്ഷേ നമ്മൾ എയ്റോപ്ലെയിൻ പറക്കണ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ആ ഫ്ലൈയിൻ്റെ ഫ്ലോൺ പറയും. പക്ഷേ ഈ വെള്ളം ഒഴിച്ചു പോണതിൻ്റെ ഫ്ലോവിന് FLOWED എന്നാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ മച്ച് വാട്ടർ ഹാസ് ഫ്ലോഡ് അണ്ടർ ദ ബ്രിഡ്ജ് എന്നാണ് നമ്മൾ പറയേണ്ടത്. 97 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം 98 ചോദ്യം. ദ ഫെമിനിൻ ജെൻഡർ ഓഫ് മിൽക്ക് മാനേഴ്സ്. നമ്മളിപ്പോൾ സാധാരണ കാണാറുണ്ട്, ഒരു മാസ്കുലിൻ ജെൻഡർ ഒരു ഫെമിനിൻ ജെൻഡർ തന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ടാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. നമ്മൾ ട്രേറ്റേഴ്സ് ഒക്കെ കണ്ടിരുന്നു. ഫെമിനിൻ ജെൻഡർ ഓഫ് മിൽക്ക് മാൻ മിൽക്ക് മെയ്ഡ് എന്നാണ് പറയുക. മിൽക്ക് വുമൺ, മിൽക്ക് ലേഡി, മിൽക്ക് ഗേൾ അങ്ങനെ ഒരു പ്രയോഗം ഇംഗ്ലീഷിലില്ല. മിൽക്ക് മാനിൻ്റെ ഓപ്പോസിറ്റ് മിൽക്ക് മെയ്ഡ്. ലാൻഡ് ലോഡിൻ്റെ ഓപ്പോസിറ്റ് ലാൻഡ് ലേഡി. അങ്ങനെയാണ് നമ്മൾ ഫെമിനിൻ ജെൻഡർ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുള്ളത്. എല്ലാറ്റിനും അതിനൊരു സെറ്റ് വേർഡ്സ് ഉണ്ട്. വെറുതെ മാൻ ഉള്ളതിൻ്റെ പകരം വുമൺ എന്ന് എഴുതിയാൽ അത് ഫെമിനിൻ ആവില്ല. 98ൻ്റെ കറക്റ്റ് ഓപ്ഷൻ ആൻസർ എ. 99 ദ ഇഡിയം ഹോട്ട് അണ്ടർ ദ കോളർ മീൻസ്. ഹോട്ട് അണ്ടർ ദ കോളർ എന്ന് പറയുന്നത് നമ്മുടെ ഷർട്ടിൻ്റെ കോളറിൻ്റെ ഉള്ളിൽ, കോളറിൻ്റെ അടിയിൽ, കോളറിൻ്റെ താഴെ ഹോട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം കൊണ്ട് തീപ്പൊള്ളി നടക്കണോ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആംഗ്രി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹോട്ട് അണ്ടർ ദ കോളറിൻ്റെ കറക്റ്റ് ഓപ്ഷൻ 99B ആംഗ്രി. സാറ്റിസ്ഫൈഡ് സന്തോഷമോ സമാധാനമോ ഉണ്ട് കിട്ടിയത് കൊണ്ട് എന്നുള്ളതല്ല. ഹാപ്പി ആ സന്തോഷമല്ല. കൺഫ്യൂസ്ഡും അല്ല. ഹോട്ട് അണ്ടർ കോളർ എന്ന് പറയുമ്പോൾ ആംഗ്രി എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒരു 10-100 പോപ്പുലർ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് 3-4 പ്രാവശ്യം വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ക്വസ്റ്റ്യൻ 100 കംപ്ലീറ്റ് ദ സേയിങ് വെൽ ബിഗൺ. വെൽ ബിഗൺ എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ എന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെൻറ്റൻസ് ഓർമ്മ വരേണ്ടതാണ്. ഇതൊക്കെ പോപ്പുലറായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഇഡിയം, ഫ്രേസ്, മെറ്റഫർ, സിമിലി എന്നുള്ള കുടുംബത്തിൽപ്പെട്ട ഒരു സംഭവമാണ്. വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ. അപ്പോൾ 100ൻ്റെ കറക്റ്റ് ആൻസർ ഡി ആണ് അതിൻ്റെ ആൻസർ. നോട്ട് സ്റ്റാർട്ടഡ് എന്നുള്ളതല്ല, ജസ്റ്റ് സ്റ്റാർട്ടഡ് അല്ല, ഫുള്ളി കംപ്ലീറ്റഡ് അല്ല. ഇതിലവർ പറഞ്ഞു വരേണ്ടത് നമ്മൾ തുടങ്ങാനുള്ള കാര്യം നന്നായി പ്ലാൻ ചെയ്തു, നല്ല രീതിയിൽ തുടങ്ങി എന്നിരുന്നാൽ പകുതി ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഫലമാണ് നമ്മൾ തുടങ്ങുന്നതിൻ്റെ ഡെപ്തും വെഡ്ത്തും ഉള്ളത്. നല്ല രീതിയിൽ തുടങ്ങി അത് കഴിഞ്ഞ പോലെ തന്നെയാണ് എന്നാണ് ഇത് പറയുന്നത്. മുതൽ 100 വരെ ഇംഗ്ലീഷ് ആയിരുന്നു. ബാക്കി മലയാളവും മാത്തമാറ്റിക്സ് ഒക്കെ നമുക്ക് വേറെ ഒരു സെഷനിൽ കാണാം.